കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയമില്ലാതെ ആക്ട് ചെയ്യുക എന്നുള്ളതല്ല. ജീവിതം നിങ്ങൾക്ക് നേരെ എറിയുന്ന എന്തും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അറിയുന്നതിനെക്കുറിച്ചാണ്. ഒരു ശക്തമായ മനോഭാവം സ്വയം പാണ്ഡിത്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും ഫലമാണ്. ഫസ്റ്റ്, കോൺഫിഡൻസ് ഈക്വൽ ടു സെർട്ടൈനിറ്റി ഇൻ യുവർ സെൽഫ്. ആത്മവിശ്വാസം സ്വാഭാവിക കരിഷ്മയാണെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. കഴിവും അനുഭവവും വഴിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉറപ്പുള്ളവരായി തീരും. ദ ലെസ് യു ഹെസിറ്റേറ്റ്, ദ മോർ പീപ്പിൾ ബിലീവ് ഇൻ യു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പ്രസംഗം 100 തവണ പരിശീലിക്കുമ്പോൾ നിങ്ങൾക്കിനി പരിഭ്രമം തോന്നില്ല. നിങ്ങൾക്ക് സ്വയം ഉറപ്പാണ്. അത് ആത്മവിശ്വാസമാണ്. സെക്കൻഡ്, പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഈക്വൽ ടു അൺഷേക്കബിൾ പ്രസൻസ്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ നിന്നാണ് ശക്തമായൊരു മനോഭാവം ഉണ്ടാകുന്നത്. അഹങ്കാരമല്ല, അനിഷേധ്യമായ സാന്നിധ്യമാണ് ആളുകൾ അനുഭവിക്കുന്നത്. ശക്തമായ മനോഭാവമുള്ള ആളുകൾ വൈകാരികമായി പ്രതികരിക്കില്ല. അവർ നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ലക്ഷ്യത്തോടെ നീങ്ങുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമോ? ശക്തനായൊരു വ്യക്തി അങ്ങനെ ചെയ്യുന്നില്ല. അവർ പുഞ്ചിരിക്കുന്നു, നിശബ്ദത പാലിക്കുന്നു, അല്ലെങ്കിൽ വിവേകത്തോടെ പ്രതികരിക്കുന്നു. അത് നിയന്ത്രണമാണ്. തേർഡ്, ബ്രേക്കിംഗ് യുവർ ഓൺ ലിമിറ്റേഷൻസ്. ഹൗ ടു ഡു ഇറ്റ്? മിക്ക ആളുകളും സ്വന്തം മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പരാജയം, തിരസ്കരണം അല്ലെങ്കിൽ വിധിയെ ഭയപ്പെടുന്നു. സീക്രട്ട്, റീപ്രോഗ്രാം യുവർ മൈൻഡ് ലൈക്ക് എ വാരിയർ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റുക. എനിക്ക് ആത്മവിശ്വാസമില്ല എന്ന് പറയുന്നത് നിർത്തുക. നിങ്ങളിപ്പോൾ ഉള്ളതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, സാമൂഹിക ബന്ധത്തിൽ ഞാൻ മോശമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കും. പകരം ഞാൻ ഗെയിം പഠിക്കുന്ന ഒരു സാമൂഹിക തന്ത്രജ്ഞനാണ് എന്ന് ചിന്തിക്കുക. ഘട്ടം 2, നിങ്ങളുടെ ശരീരഭാഷ മാസ്റ്റർ ചെയ്യുക. ഉയർന്നു നിൽക്കുക, പതുക്കെ നീങ്ങുക, ഐ കോണ്ടാക്ട് നിലനിർത്തുക. ഒരിക്കലും ചഞ്ചലപ്പെടരുത്, മയങ്ങരുത്. നിങ്ങളുടെ ഇടം സ്വന്തമാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഷോൾഡേഴ്സ് പുറകിലേക്കാക്കി റിലാക്സ്ഡ് ആയ ഫേസോടു കൂടി മുന്നോട്ട് നടക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് ആളുകൾക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യും. സ്റ്റെപ്പ് 3, സ്പീക്ക് വിത്ത് വെയ്റ്റ്. ആത്മവിശ്വാസമുള്ള ആളുകൾ സാവധാനത്തിലും വ്യക്തമായും ഉറപ്പോടെയും സംസാരിക്കുന്നു. നിങ്ങളുടെ സ്വരത്തിൽ ഒരിക്കലും അംഗീകാരം ചോദിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ സ്വന്തമാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പക്ഷേ നമ്മളിത് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. സോ ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് പകരം പറയുക, നമ്മളിത് ചെയ്യുന്നു, നമുക്ക് പോകാം. സ്റ്റെപ്പ് 4, എക്സ്പോസ് യുവർ സെൽഫ് ടു ഡിസ്കംഫോർട്ട്. ദിവസവും ചെറിയ ഫിയേഴ്സ്, ഭയങ്ങൾ നേരിടുക. അപരിചിതരുമായി സംസാരിക്കുക, ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുക, റിസ്ക് എടുക്കുക. കാലക്രമേണ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നു, ഞാൻ ഇതിൽ നിന്നും മരിക്കില്ല. ഭയം അപ്രത്യക്ഷമാകുന്നു. ഫോർ എക്സാമ്പിൾ, പൊതുസംസാരം നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അത് സാധാരണമാണെന്ന് തോന്നുന്നതുവരെ ചെറിയ അളവിൽ ചെയ്യുക.